ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ബീഫ് ബർഗർ റെഡിയാക്കണത് കണ്ടല്ലോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. പിന്നെ ഞാൻ ഈ ബീഫ് ബർഗർ ഉണ്ടാക്കാനായിട്ട് ബീഫ് 1/2 കിലോനെടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് എല്ലാം പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് വീഡിയോ എടുക്കാമെന്ന് തോന്നിയത്. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക്, കുറച്ച് മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ സോയാ സോസ്, പിന്നെ കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ ഓയിൽ, പിന്നെ ഒരു പകുതി സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മൂടി വിനാഗിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുട്ട പൊട്ടിച്ച് അതിലേക്ക് ഇട്ടിട്ട് ബാക്കി നമുക്കെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കട്ട്ലേറ്റിൻ്റെ ആകൃതിയിൽ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. കയ്യിലൊന്ന് കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പാത്രത്തിലും കുറച്ച് എണ്ണ ഞാൻ എല്ലായിടത്തും പുരട്ടി കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന്ന് ഇങ്ങനെ ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഒരു ഉരുളെടുത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. ഇങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് അത്രയും ഒരുപാട് കനത്തിലല്ല കേട്ടോ പരത്തിയേക്കണത്. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം കേട്ടോ. അത്രയും റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ അത് ഇതൊരു ചെറുതുൾപ്പെടെ 9 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതും കൂടി കൂട്ടി 9 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് കത്തിച്ചിട്ടില്ല, നമുക്ക് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. ഇപ്പോൾ ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ബട്ടറിലിട്ടിട്ടാണ് കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ഫ്രൈ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബർഗർ റെഡിയാക്കണം. ഒരെണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ കിടന്നൊന്ന് ഈ ബീഫൊന്ന് വെന്ത് കിട്ടണം. ഇത് വെന്തിട്ടൊന്നുമില്ല കേട്ടോ. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ബീഫായതുകൊണ്ട് പെട്ടെന്നൊന്നും വേവില്ല. നമുക്കിതൊന്നും കൂടി മറിച്ചിടാം കേട്ടോ. 2-3 പ്രാവശ്യം മറിച്ച് തിരിച്ചുവിട്ട് ഈ ബീഫ് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ അത് ചീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. നീക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം മെൽറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മാറ്റി വെക്കാം. പിന്നെ ആ പാനിലേക്ക് തന്നെ കുറച്ച് സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുകയാണ്. സവാള മൊരിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഒരു സവാളയും ഒരു തക്കാളിയും ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ ബണ്ണാണ് എടുത്തേക്കണം. ബർഗർ ബണ്ണൊന്നുമല്ല, സാധാരണ ബണ്ണാണ്. ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ബണ്ണൊന്ന് ചൂടാക്കി എടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം കേട്ടോ. കുറേശ്ശെ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മറിച്ചും തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിനി കോരി മാറ്റാം. ഇപ്പോൾ ഞാൻ 4 ബർഗറാണ് കേട്ടോ റെഡിയാക്കണം. അത് 4 എണ്ണം ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്.
എല്ലാം ഞാൻ ദേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ ലിച്ചൂസിൻ്റെ ഇലയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഇത് നേരത്തെ കാണിച്ചതാണ്. നമുക്കിത് മയോണൈസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബണ്ണെടുത്തിട്ട് അതിലേക്ക് നമുക്ക് മയോണൈസ് തേച്ച് കൊടുക്കാം കേട്ടോ. മയോണൈസ് എല്ലായിടത്തേക്കും തേച്ച് കൊടുക്കുകയാണ്. 2 സ്ഥലത്തും തേച്ച് കൊടുക്കാം കേട്ടോ. ഈ ഭാഗത്ത് തേച്ച് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് സോസ് വേണമെങ്കിൽ അങ്ങനത്തെ തേച്ച് കൊടുക്കാം. ടൊമാറ്റോ സോസില്ലേ അത് തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് തന്നെ തേച്ച് കൊടുത്താൽ മതി. ഏത് വേണമെങ്കിലും തേച്ച് കൊടുക്കാം. ഒരു സവാള വെച്ച് കൊടുക്കുക, ഒരു തക്കാളിയും വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഈ ലിച്ചൂസിൻ്റെ ഇലയില്ലേ അതിങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അതിപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിനി ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനായിട്ട് ബീഫ് നമ്മൾ റെഡിയാക്കിയില്ലേ അത് ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും വേണമെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കുക, സവാള ഇട്ട് കൊടുക്കുക. അത് ഓരോ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഉള്ളി മൊരിച്ച് വെച്ചില്ലേ അതിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലും ഈ ഇല വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനിങ്ങനെ നന്നാക്കി എടുത്തപ്പോൾ ഇങ്ങനെ നുറുക്കിയെടുത്തേക്കണേ കേട്ടോ. അത് എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് ബർഗർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.